ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് പതിനാലാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നോമ്പായതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല. ഞാനും ഷെയിംക്ക് ഒരിക്കൽ നോമ്പ് തുറക്കാനായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അല്ലാതെ നിൽക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബസ് കയറിയാൽ കുന്നംകുളം വന്നിട്ട് മല്ലാടുക്ക് എൻ്റെ വീടിൻ്റെ അടുക്ക് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ബസ്സിന് പോകാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലൊക്കെ എത്തി. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഉമ്മാക്ക് ഇന്ന് ഒരു നോമ്പ് തുറപ്പിക്കലുണ്ട്. നോമ്പ് തുറപ്പിക്കൽ പറയുമ്പോൾ ഉമ്മയുടെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 40 കേട്ടോ. അപ്പോൾ 40 നോമ്പ് തുറയാണ് വെച്ചിരിക്കണേ. അപ്പോൾ ഉമ്മാക്ക് ഇന്ന് അങ്ങോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ പോകാതിരിക്കാനും പറ്റിയില്ല. ഉമ്മയുടെ അടുത്ത ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോണാട്ടി മുന്നേ ഉമ്മ പത്തിരിയും കോഴിമുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഉമ്മ പോവണത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് നോമ്പ് തുറക്കാനായിട്ട്. അനിയന് പള്ളിയിൽ പോവും, പിന്നെ ഉപ്പ പള്ളിയിലൊക്കെ പോവും. അപ്പോൾ ഉപ്പ വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് ഉപ്പ വന്ന് പള്ളിയിൽ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന്. എന്നാലും അമ്മ പത്തിരിയും മുട്ടക്കറിയും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ പൊരിയും പലഹാരങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ ഷെയിംക്കാടെ വീട്ടിലുള്ള ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലൊക്കെ പ്രസ്സിലാണ് പരത്തുക എന്നിട്ടാ ഞങ്ങളവിടെയൊക്കെ പ്രസ്സിലാണ് കേട്ടോ പരത്തുക. ഷെയിംഖാൻ്റെ വീട്ടിലൊക്കെ മറ്റേ ഈ കുഴൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തുക. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ഇതും എളുപ്പമാണ് അതും എളുപ്പമാണ്, പക്ഷേ രണ്ട് തരത്തിലാണെന്ന് മാത്രം. പിന്നെ മുട്ടക്കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മാക്ക് അരിഞ്ഞു കൊടുത്തു. അപ്പോൾ കറിയൊക്കെ ഉമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് നോമ്പ് തുറക്കാൻ പോകേണ്ടതില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ മുട്ടക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ കോഴിമുട്ടക്കറി. അപ്പോൾ മുട്ടയൊക്കെ ഉമ്മ കുക്കറിലിട്ട് വേവിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഉണ്ടാക്കുക, പിന്നെ തേങ്ങാപ്പാലൊക്കെ ഉമ്മ എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാൻ പലഹാരം കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്, ചക്കരമത്തിയും ഓറഞ്ചും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെന്തെങ്കിലും ജ്യൂസ് അടിക്കാം, പിന്നെ ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് വിചാരിച്ചു കേട്ടോ. ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാനും ഒക്കെ. അതിന് നേരെ മറിച്ച് നമുക്ക് കുറേ ആൾക്കാരും പിന്നെ എല്ലാവരും നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയും കാര്യങ്ങളൊന്നും ചെയ്തില്ല, മഴ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഒറ്റയ്ക്കാവുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ മുട്ടക്കറിക്കുള്ള സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞ്. പിന്നെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്ത് നമുക്ക് കറിയൊക്കെ വെക്കാം. പിന്നെ ഇസ്മക്കുട്ടി അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇപ്പോൾ ഫുഡേ വേണ്ട, ഒട്ടും ഫുഡ് കഴിക്കാതായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അതൊന്ന് കഴിയാതെ വരെ അങ്ങനെ കഴിക്കാതെ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അവൾ കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പൂച്ച കാക്ക അത് ഇതെന്നൊക്കെ പറഞ്ഞാലാണ് ആളൊന്ന് കഴിച്ച് കിട്ടുക. അപ്പോൾ ഞാൻ തക്കാളിയും സവാളയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ മുളക് ഉണ്ടായിരുന്നില്ല, മുളക് ചതച്ചതില്ല. അപ്പോൾ പിന്നെ ഒരു മുളക് എടുത്ത് നടുകീറിയിട്ടിട്ട് അതൊക്കെ വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ട് പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തു. വരഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു എരിവും പുളിയും ഒക്കെ ഉണ്ട് ഇങ്ങനെ ചേരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കോഴിമുട്ടക്കറി സെറ്റായി. മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, പത്തിരിമ്മ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചായക്ക് അടിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ 4 മുട്ട ഇട്ടിട്ട് ഞാൻ കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഉപ്പയുണ്ട്, ഞാനും ഉണ്ട്, പിന്നെ അനിയൻ പള്ളിയിൽ പോയി വന്നാൽ അവനും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇസ്മക്കുട്ടിക്ക് ഒന്ന് കൊടുക്കാൻ വിചാരിച്ചു. അവളെ കഴിക്കലൊക്കെ കണക്ക് തന്നെ, എങ്കിലും ഒന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അവൾ കഴിച്ചൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഓറഞ്ച് എടുത്തു, പിന്നെ വിചാരിച്ചു വേണ്ട ചക്കരമത്ത അടിക്കാമെന്ന്. അങ്ങനെ ചക്കരമത്തൊക്കെ എടുത്ത് പൊളിച്ചു, ഒരു 1/4 പീസ് എടുത്ത് ജ്യൂസ് അടിച്ചു. പിന്നെ ഒരു ബാക്കി കഷ്ണം ഞാനിങ്ങനെ മുറിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് ഞാൻ എടുത്തില്ല, ഓറഞ്ച് കഴിക്കാൻ തോന്നിയില്ല, ചക്കരമത്ത കഴിക്കാനാണ് തോന്നി. അപ്പോൾ പിന്നെ അതും കൂടി എടുത്ത് വെച്ചു, മുറിച്ച് വെച്ചു. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നോമ്പ് തുറക്കാൻ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ ഉമ്മ അങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് പോയിക്കുകയാണല്ലോ. പിന്നെ അനിയൻ പള്ളിയിൽ പോകും, ഉപ്പ പിന്നെ ഉണ്ട്. അപ്പോൾ ഉപ്പയും ഞാനും കൂടി ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചത് കേട്ടോ.
അത്യാവശ്യം മധുരവും പിന്നെ അതുപോലെ തന്നെ നല്ല ചുവപ്പൊക്കെ ഉള്ള ചക്കരമത്തയായിരുന്നു കേട്ടോ. ചില ചക്കരമത്ത തീരെ മധുരം ഉണ്ടായിരിക്കില്ല, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വെള്ളാമ്പിച്ച കളറായിരിക്കും കേട്ടോ. അധികം ചുവപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ വെള്ളാമ്പിച്ച് നിൽക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ളിങ്ങനെ തുറന്നാൽ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ചുവപ്പൊന്നും ഇല്ലാതൊരു പച്ച കളറായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ വലിയ സുഖമില്ലാത്ത ചക്കരമത്തയായിരിക്കും. ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു, ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെന്താ, ചക്കരമത്ത കുറച്ച് അരിഞ്ഞിട്ട് പ്ലേറ്റിൽ വെച്ചു. പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ വേറൊന്നും വെച്ചില്ല. ഓറഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ തോന്നിയില്ല. ചക്കരമത്തയോടാണ് കേട്ടോ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. ബാങ്ക് കൊടുത്തപ്പോൾ ഞാനങ്ങനെ ഹാളിലൊക്കെ ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ 14ാമത്തെ നോമ്പും കഴിഞ്ഞു. ഇതുവരെ ഒന്നും കുഴപ്പമൊന്നുമില്ല. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും നോമ്പൊക്കെ ഭയങ്കര ക്ഷീണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ പൂച്ചകൾ ഇങ്ങനെ മുമ്പാരത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞു എന്ത് വിശന്നിട്ടായിരിക്കും, എന്തെങ്കിലും ഒന്ന് കൊടുക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടക്കറി ഉണ്ട്, പിന്നെ ചോറുണ്ട്, അപ്പോൾ അത് കൂടി കൊടുത്താൽ അവർ ചില പൂച്ചകൾ കഴിക്കില്ല. ഞങ്ങളെ ഷെയിംക്കാടെ വീട്ടിലുള്ള പൂച്ചകൾ ഭയങ്കര ഡിമാൻഡാണ്. ചില നേരത്തെ ഒന്നും കഴിക്കില്ല, ചില നേരത്തൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വല്ല കുഴച്ച് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു ഡിസ്പോസിബിളിൻ്റെ പ്ലേറ്റ് എടുത്ത് കൊടുത്തിട്ട് ഉപ്പ എന്നെ അതിൽ ചോറും കോഴിമുട്ടക്കറിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ നോക്കുമ്പോൾ കുറേ പൂച്ചകൾ, ഒരു തള്ളപ്പൂച്ച ഉണ്ട്, അതിൻ്റെ 3 കുട്ടികളുണ്ട്, പിന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു പൂച്ച ഉണ്ട്, പിന്നെ ഇങ്ങനെ ബ്ലാക്കും ഇങ്ങനെ കുറേ ഒരു ഗ്രേ ഒരു ഗോൾഡൻ പോലത്തെ കളറായിട്ടുള്ള പൂച്ചയുണ്ട്. എല്ലാ പൂച്ചകളും വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉപ്പിയും ചായ കുടിക്കാനായിട്ടിരുന്നു. അനിയൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ പള്ളിക്കൽ ഫുഡുള്ള കാരണം അവൻ അവിടുന്ന് കഴിച്ചു അത്ര. അപ്പോൾ പിന്നെ അവനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉപ്പിയും ഇരുന്നു. പത്തിരിയും പിന്നെ തേങ്ങാപ്പാലും പിന്നെ കോഴിമുട്ടക്കറിയൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, അത്ര അധികം കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.